മണ്ഡല പുനർനിർണയത്തിനെതിരെ DMK തുടങ്ങിയ പ്രതിഷേധം രാജ്യവ്യാപകമാകുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പഞ്ചാബ് ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 14 പാർട്ടികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം സംസ്ഥാനങ്ങളുടെ സ്വാഭാവികാവകാശത്തെ ഹനിക്കുന്നതാണെന്നാണ് യോഗത്തിന്റെ പൊതുവികാരം. Federalism is not a mere administrative arrangement, but a fundamental feature of the Constitution. The current process of delimitation poses a serious threat to the preservation of our rich cultural and linguistic diversities. യോഗത്തിൽ പങ്കെടുത്ത വിവിധ പാർട്ടികളിലെ MP-മാരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയും രൂപീകരിക്കും. MP-മാർ പാർലമെന്റിൽ ഒരു കോർ കമ്മിറ്റിയായി പ്രവർത്തിക്കും. ആശങ്കകൾ അറിയിക്കുന്ന മെമ്മോറാണ്ടം MP-മാർ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പാർലമെന്റ് അംഗങ്ങൾ അവരുടെ പേര് നിശ്ചയിക്കുന്ന പാർലമെന്റ് അംഗങ്ങളുടെ പ്രത്യേകമായിട്ടുള്ളൊരു സമിതി ഉണ്ടാകും. ജോയിന്റ് ആക്ഷൻ കൗൺസിൽ എന്നായിരിക്കും ഈ കൗൺസിലിന്റെ പേര്. വിഷയത്തിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. 1971 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള മണ്ഡല നിർണയം 25 വർഷത്തേക്ക് കൂടി തുടരണമെന്നാണ് ആവശ്യം. പങ്കെടുത്ത കക്ഷികളെല്ലാം അതാത് നിയമസഭകളിൽ പ്രമേയം പാസാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത യോഗം ഹൈദരാബാദിൽ ചേരും. ചെന്നൈയിലെ യോഗം ഭരണപരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്നാണ് BJPയുടെ വിമർശനം. യോഗത്തിനെതിരെ തമിഴ്നാട്ടിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് BJP പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ സഖ്യം നിർജീവമായി എന്ന വിമർശനങ്ങൾക്കിടെയാണ് BJP ഇതര പാർട്ടികളെ ഒരേ ചരടിൽ കോർത്തുകൊണ്ട് ചെന്നൈയിൽ യോഗം ചേരുന്നത്. BJPക്കെതിരായ പോരാട്ടങ്ങളിൽ തുടർച്ചയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യോഗം സമാപിക്കുന്നതും. ചെന്നൈയിൽ നിന്നും വിനോദ് മറാഴയ്ക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.